പത്തനംതിട്ട മെഴുവേരിയിൽ 20 വയസ്സുകാരിയായ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ വീടിന് പിന്നിലെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രക്തസ്രാവവുമായി ആശുപത്രിയിലെത്തി പെൺകുട്ടി പ്രസവിച്ചു എന്ന് വ്യക്തമായതോടെ നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെത്തിയത്. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലാണ് അവിവാഹിതയായ 20 വയസ്സുകാരി വിദ്യാർത്ഥിനി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും ന്യൂസ് അറിഞ്ഞു കാണും. നവജാത ശിശുവിൻ്റെ മരണം, ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 കാര്യമാണ് കേട്ടോ പ്രസവിച്ചിരിക്കുന്നതും കുഞ്ഞിനെ ഉപേക്ഷിച്ചിരിക്കുന്നതും. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അവിവാഹിതയാണ്, കല്യാണം കഴിഞ്ഞ കുട്ടിയല്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയല്ല, അവിവാഹിതയാണ്. അമിത ബ്ലീഡിങ് ഉണ്ടായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. പത്തനംതിട്ടയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എന്നിട്ടും ഹെവി ബ്ലീഡിങ് ആണ് കേട്ടോ. ബ്ലീഡിങ് കുറയുന്നില്ല, അത്രയ്ക്കും ക്ഷീണമായി ശരീരത്തിന്. അപ്പോൾ അവിടെ നിന്ന് ബ്ലീഡിങ് കുറയാത്തത് കൊണ്ട് പിന്നെ ചെങ്ങന്നൂരുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് ഗൈനക്കോളജിസ്റ്റിൻ്റെ പരിശോധനയും കാര്യത്തിലൂടെ മനസ്സിലാവുകയുണ്ടായി കുട്ടി പ്രസവിച്ചതാണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പരിശോധനയിൽ മനസ്സിലായി. കുട്ടിയോട് കാര്യം ചോദിച്ചു. കാരണം കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടറും നഴ്സുമാരും എല്ലാം കുറേയേറെ പരിശ്രമിച്ച് ചോദിച്ചിട്ടും പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും സമ്മതിക്കുന്നില്ല. അത് ഭയങ്കര അതിശയമാണ് കേട്ടോ. അവൾ ഗർഭിണിയാണെന്ന് പോലും അറിയാതെ അവൾ പ്രസവിച്ച കേട്ടോ. അതൊക്കെ പിടിച്ച് 2 കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവളൊക്കെ. അതിലുപരി അവരുടെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്ന്, അവരെ ഗർഭിണിയോ എന്ന ആശ്ചര്യത്തോടെയാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഇത്രയും 9 മാസം കഴിഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ സമ്മതിക്കണം, ഇവള് തന്നെ ഡെലിവറി നടത്തി എന്നിട്ട് പ്രസവിച്ചതിന് ശേഷം പൊക്കിൾക്കൊടി എന്തോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു എന്നാണ് ഡോക്ടറിൻ്റെ മൊഴി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെവി ബ്ലീഡിങ് ഉണ്ടായി, കുഞ്ഞിനെ മടിയിൽ വെച്ച് തന്നെ ഇവിടെ ബോധം കെട്ടുപോയി എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. അതിനുശേഷം ബക്കറ്റിൽ ഉപേക്ഷിച്ചു എന്നാണ് ആദ്യം മൊഴി നൽകുന്നത്. പിന്നീട് ഹെൽത്തി എന്നുള്ളവർ വന്ന് നോക്കിയപ്പോൾ ബക്കറ്റിൽ കുഞ്ഞിനെ കാണുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ, ആളൊഴിഞ്ഞ വീടാണ്. അതിൻ്റെ പറമ്പിൽ മുഴുവൻ പുല്ലൊക്കെ കയറി കിടക്കുന്നൊരു പറമ്പാണ്. ആ പറമ്പിൽ മതിലിനോട് ചേർന്ന് ചേമ്പിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്ത് മഹാഭാവമാണ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. കാരണം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. നമ്മളൊരു പ്രഗ്നൻസി റിവീൽ വീഡിയോ ആണെങ്കിൽ പോലും ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് പോയി നോക്കുക. ഞാൻ പോയി നോക്കാറുണ്ട് കേട്ടോ. ഞാനും ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. ഞാൻ പോയി നോക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ ഇത്രയും വർഷം, 15, 16 അല്ലെ 7 വർഷം, അങ്ങനെ കുറേ വർഷം, അതിൽ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കുകയാണ്, IVF ചെയ്തിരിക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും റിസൾട്ട് കിട്ടട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കണം. അതായത് അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ, അല്ല ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ, അങ്ങനെ ഒരുപാട് കരയുന്ന അമ്മമാരുണ്ടറിയാം. അമ്മമാരെന്നല്ല, സ്ത്രീകളുണ്ട്. അവർക്ക് ഒരു കുഞ്ഞിനെ, ഇപ്പം സത്യം പറഞ്ഞാൽ ദൈവം ഇങ്ങനെ കൊല്ലാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണെന്ന് പറയാം. ഒരുപാട് കൊതിക്കുന്ന, അമ്മയെന്നൊരു വിളി കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് കൊടുക്കാതെ ദൈവം കൊല്ലാൻ വേണ്ടി തന്നെ, പാവം, അതെന്ത് പിഴച്ചല്ല, അതെന്തറിയാം, അതിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കുഞ്ഞിൻ്റെ. അത് കരഞ്ഞപ്പോൾ ഇവള് വാപൊത്തി പിടിച്ചു എന്നാണ് പറയുന്നത്. വാപൊത്തി പിടിച്ച് കൊന്നതാണോ എന്നും നമുക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാമുകനിൽ നിന്ന് തന്നെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്നൊക്കെ പുള്ളിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ കാമുകനും ഈ കാര്യം അറിയത്തില്ലായിരുന്നു, ഇവള് ഗർഭിണിയാന്നുള്ള കാര്യം കാമുകനും അറിയത്തില്ല. അതുപോലെ തന്നെ വീട്ടുകാർക്ക് ആർക്കും ഈ സംഭവം അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, വയറു വീർക്കും ഒന്നും ചെയ്യത്തില്ലേ, ഒരു ഛർദിൽ, ഈ കാര്യങ്ങളൊന്നും, ഇതൊക്കെ കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇനി പരിശോധനയിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും പുറത്തു വരത്തുള്ളൂ. അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്താണെങ്കിൽ ഒരുപാട് മുറിപ്പാടുകളോ അങ്ങനെയൊന്നുമില്ല, ഉറുമ്പ് കടിച്ച പാടുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാ പൊത്തിപ്പിടിച്ചെന്ന് പറയാം, അങ്ങനെ ശ്വാസം മുട്ടിച്ചതാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ കവിളിൽ മാത്രം ഒരഞ്ഞ ഒരു പാടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് നാളെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് കൂടുതൽ തെളിവുകളും കാര്യങ്ങളും. ഏതായാലും ഇവള് ക്രിമിനൽ കുറ്റം തന്നെ ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിനെ ഇവള് കൊന്നില്ല എങ്കിൽ പോലും ഇവള് ക്രിമിനൽ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ധൈര്യമാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. കാരണം സ്ത്രീകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊക്കെ 8 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വെപ്രാളോ ആദ്യമാണ്. എന്തോ ആയിരിക്കും, സിസേറിയൻ ആയിരിക്കുമോ അതോ നോർമൽ ആയിരിക്കുമോ, ആ പെയിനൊക്കെ എങ്ങനെ ആയിരിക്കുമോ, സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവള് ധൈര്യത്തോടു കൂടി വീട്ടിൽ അവിടെ മുറിയിൽ തന്നെ പ്രസവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ വേദനയെല്ലാം കടിച്ചമർത്തി നമ്മളൊക്കെ എന്തോരം അലറും എന്ന് തന്നെ പറയാം. ഇത് ഒന്ന് അലറാതെ, സൗണ്ട് ഉണ്ടാക്കാതെ വേദന കടിച്ചമർത്തി അവൾ പ്രസവിച്ചെന്നോ കൂടെയുള്ളവർക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസവിച്ച് ബോധം പോയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഈ ഹെവി ബ്ലീഡിങ് ഉള്ള ആൾ തന്നെ എടുത്തുകൊണ്ടുപോയി ചേമ്പിലേക്ക് പൊതിഞ്ഞു കുഞ്ഞിനെ അവിടെ ഇടുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോർമൽ ആയതുകൊണ്ട് അറിയില്ല, എങ്കിലും
എങ്കിലും അവളുടെ ഒരു ധൈര്യം സമ്മതിക്കേണ്ടത്. ഇവളെയൊക്കെ വലിച്ചു കീറുകയാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 20 വയസ്സേ ഉള്ളൂ, ബികോം വിദ്യാർത്ഥിനിയാണ്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ഇവിടെയൊക്കെ ഒരു ധൈര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ധൈര്യം എന്നല്ല, ഇവിടെയൊക്കെ അഹങ്കാരം എന്ന് തന്നെ പറയാം. ആ കാമുകനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കി വെച്ചിട്ട് ആരും അറിയാതെ ആ കുഞ്ഞ് എന്ത് പഴച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവമേ മതി, കുഞ്ഞുങ്ങളില്ലാതെ എന്തോരം ആൾക്കാരാണ് വിഷമിക്കുന്നത്. ഇവളൊക്കെ എന്നാ ഒരുത്തിയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മറുപിള്ളയെ പുക്കിൾക്കുടിയും പുറത്തു വന്നപ്പോൾ തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. മറുപിള്ളയ്ക്ക് 2 ദിവസത്തെ പഴക്കം പറയുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായി ഡെലിവറി കഴിഞ്ഞിട്ടെന്നാണ് തോന്നുന്നതാണ് ഡോക്ടർ പറയുന്നത്. ഏതായാലും നമുക്ക് ഡോക്ടർ പറയുന്ന ആ മൊഴിയും കൂടെ ഒന്ന് കേട്ടു. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഉഷ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഇന്ന് അഞ്ജു സി വിജി എന്ന് പറയുന്ന 21 വയസ്സുകാരി ഹോസ്പിറ്റലിൽ വരുന്നത് 12:30-ക്കാണ്. അതിന് ഏകദേശം 3/4 മണിക്കൂർ മുന്നേ ഇവിടെ CMO ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോള് വന്നിരുന്നു. ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞ് കിടങ്ങന്നൂരുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്. തലകറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റുമായിട്ടും ക്ലോട്ട്സ് കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈന്റുമായിട്ടാണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത്. അപ്പോൾ എന്നെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടർ അമൽ വിളിച്ചു ചോദിച്ചു ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്. മെഡിസിൻ എല്ലാം ഓവർ ഫോൺ പറഞ്ഞു കൊടുത്തു. പക്ഷേ ബ്ലീഡിംഗ് കൺട്രോളിലാകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ 7 ആയിരുന്നു. കൗണ്ട് നോക്കുമ്പോൾ 33,000 ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പേഷ്യൻ്റ് സെപ്സിസിലാണ്. ആൻഡ് വളരെ വെളുത്ത പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വജൈന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ ഈ അഞ്ജു എന്ന് പറയുന്ന മോള് പറയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളും പാനിക്കായി, എന്ത് ചെയ്തു കുട്ടിയെ. കാര്യം ഇതുപോലൊരു സിമിലർ ഇൻസിഡന്റ് 2 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട്. കിടക്കുന്നതാണ്. ഈ കുട്ടിയെ പരിശോധിക്കുമ്പോഴും വെളിയിൽ വന്ന മറുപിള്ളയ്ക്ക് 2 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതുപോലെ ഒരു മാസം തികഞ്ഞ ഒരു മറുപിള്ളയാണ്, പുക്കിൾക്കൊടിയുമാണ് വന്നത്. നല്ല ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തിൽ കൂടുതൽ ഈ ഡെലിവറി നടന്നിട്ട് കാലയളവ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പുക്കിൾക്കൊടി സിസേഴ്സോ അതോ ബ്ലേഡോ എന്തോ ഉപയോഗിച്ച് ഡോക്ടറിന്റെ മൊഴി കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഇപ്പോഴും ഡോക്ടറിനോട് പോലും ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും പുള്ളിക്കാരി സമ്മതിക്കാതെ നിൽക്കുകയാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന് പരിശോധിച്ചാൽ ഇത് മനസ്സിലായില്ല, അല്ല ഇത്രയും ബ്ലീഡിങ് ഉണ്ടാകില്ല, ഇതെല്ലാം ജീവിതകാലം മുഴുവൻ ഒളിപ്പിച്ച് വെക്കാന്നുള്ള രീതിയിൽ എങ്ങാണ്ടാണ് ആ പെൺകുട്ടി ഈ മണ്ടത്തരം എല്ലാം കാണിച്ചു കൂട്ടിയെന്നാണ്. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അവർക്ക് ഇതിൻ്റെ അപ്പുറം ചെയ്യാനുള്ള ധൈര്യവും കാണും. ഒരു വിധത്തിൽ ആലോചിച്ചത് ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ അവസ്ഥയാണ് കേട്ടോ ആലോചിച്ചത്. പാവമുണ്ട്, ഒരു അമ്മയുടെ സ്നേഹം പോലും കിട്ടാതെ അത് ഉറുമ്പരിച്ച് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കത് എന്തോ എനിക്കെന്നല്ല എല്ലാ അമ്മമാർക്കും മനസ്സിനൊരു വല്ലാത്ത വിഷമമായിരിക്കും. എനിക്കൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പാലില്ലാഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് കടന്ന് കരയുന്ന കണ്ടിട്ട് ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞ സമയങ്ങളുണ്ട്. അറിയാം എൻ്റെ കുഞ്ഞ് വിഷമിക്കുന്ന ഓർത്തിട്ട്. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അമ്മ എന്താണ് ഒരു കാര്യവും അറിയാതെ എന്തോ ഒരു സമയത്ത് സോക്കേടും കയറി കണ്ടവൻ്റെ കൂടെ പോയി ഉണ്ടാക്കി വെച്ചിട്ട് ആ കുഞ്ഞ് എന്ത് പഴച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാമുകനുണ്ട്, അവൻ്റെ ആണെങ്കിൽ ഇവക്ക് അതിനെ കൊല്ലാതെ അതിനെ വളർത്തിക്കൂടായിരുന്നതാണ്. ഇതുപോലെയുള്ള ന്യൂസുകൾ ഇനിയും വരെ ഇവളുമാർ പോലീസ് സ്റ്റേഷനിൽ ഇച്ചിരി ദിവസം കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഇത്തിരി ദിവസം കിടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഇവളുമാരൊക്കെ പുറത്തു വരും. ഈ ധൈര്യമാണ് ഇവളുമാരെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇവളൊക്കെ ജീവിതത്തിൽ ഒരു മനസാക്ഷി എന്ന് പറയുന്ന കാര്യം തൊട്ട് തീണ്ടി ഇല്ലാത്തവർ തന്നെയാണ് ഇവളൊക്കെ എത്ര ഇനി എന്തൊക്കെ പാവമാണെന്ന് പറഞ്ഞാൽ എന്നെ നല്ല സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ ഓരോരുത്തരൊക്കെ വരുമായിരിക്കും. എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാത്തവളാണ്. അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനോട് ഇത് ചെയ്യാൻ ഇവക്കൊക്കെ മനസ്സ് വരുമോ? ഇതൊക്കെ കണ്ടിരിക്കേണ്ട ന്യൂസ് തന്നെയാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കണം.